ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് വരാൻ പോകുന്നത്. 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി ബുധനാഴ്ച. അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി. ഈ കൃഷ്ണപക്ഷ ഏകാദശിക്ക് പറയുന്ന പേര് ഇന്ദിര ഏകാദശി എന്നാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി വെളുപ്പിനെ 12:21 മുതൽ 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി രാത്രി 11:39 വരെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏകാദശിയായി ആചരിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി ബുധനാഴ്ച. പാരണ വീടേണ്ടത് സെപ്റ്റംബർ മാസം 18-ാം തീയതി. ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. പഴയ കാലഘട്ടത്തിൽ നമ്മൾ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് ഗോതമ്പ് കഴിക്കുന്ന ഒരു ശീലം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായ വൈഷ്ണവ വിശ്വാസമനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഏകാദശിക്ക് ഉപയോഗിക്കാറില്ല. അതായത് അരി, ഗോതമ്പ്, റാഗി, തിന, അതുപോലെ ചെറുപയർ, തുവരപ്പരിപ്പ്, കടല, ഇങ്ങനെയുള്ള യാതൊരു ധാന്യങ്ങളും അന്നേ ദിവസം ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ കഴിക്കുന്നത് പഴവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കും, പച്ചക്കറികൾ കഴിക്കും. പ്രത്യേകിച്ച് ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കപ്പലണ്ടി, നിലക്കടല ഉപയോഗിക്കാറുണ്ട്. സാബുദന, ചൊവ്വരി അത് ഉപയോഗിക്കാറുണ്ട്. പഴങ്ങളും പച്ചക്കറികളും പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായി നമ്മൾ കഴിക്കാറുണ്ട്. ഇത് ആഹാരം കഴിച്ച് വ്രതം എടുക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. അവർ ഞാനിപ്പോൾ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കുന്നത്. അതായത് ചിലപ്പോൾ അവർ മരുന്ന് കഴിക്കുന്ന ആളുകളാകാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്കും വ്രതം അനുഷ്ഠിക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഗർഭിണികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും ഉപവസിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ അവർക്കും ഏകാദശിയുടെ പുണ്യം അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നത്. അതായത് വ്രതം പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ, വ്രതം അനുസരിച്ച് കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ അത് കഴിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ചിലർ 1 നേരം മാത്രം കഴിക്കും, ചിലർ 3 നേരം കഴിക്കും. അപ്പോൾ അവർ കഴിക്കുന്നത് രാവിലെ ചിലപ്പം കുറച്ച് പഴമോ പാലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഏകാദശി പുഴുക്ക്, കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ചേർത്ത് ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കില്ല, ചേർക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് വീണ്ടും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കാറുണ്ട്. അത് നമുക്ക് തീരെ അസുഖമുള്ള ആളുകൾ, ഗർഭിണികൾ, മരുന്ന് കഴിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെ കഴിക്കുന്നത്. അതല്ലാത്ത ആളുകൾ 1 നേരം മാത്രം ഭക്ഷണം കഴിച്ചിരിക്കും. ചിലർ 3 നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കും. ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും. ചിലർ പൂർണ്ണമായി ഉപവസിക്കും. ചിലർ പാല് മാത്രം കുടിച്ചിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ ശാരീരികവും മാനസികവുമായ കരുത്ത് അനുസരിച്ചിട്ട്, അവരുടെ സ്ഥിതി അനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെയാണോ അവരുടെ വ്രതം അനുഷ്ഠിക്കാൻ അവർക്ക് സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. പൊതുവെയുള്ള സംശയമാണ് ചായ കുടിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ചായ കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന എടുക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഓരോ ഗ്ലാസ് ചായ അത് കുടിക്കാം, പക്ഷേ അളവ് കുറച്ചുകൊള്ളുക. അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത ആളുകളാണെങ്കിൽ ചായ ഒഴിവാക്കുന്നതാണ് നല്ലത്. പറ്റാത്ത ആളുകൾ ചായ കുടിക്കുക. അത് ഓരോരുത്തർക്കും അറിയാമല്ലോ.
നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കുക, പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. ഉപവസിക്കുകയാണ് ഒരാൾ, പക്ഷേ രാവിലെ മുതൽ എഴുന്നേറ്റിരുന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉപവാസമാണ്, ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഭഗവാന്റെ നാമങ്ങളാണ് ആ സമയത്തൊക്കെ ജപിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകാദശി വ്രതത്തിന് യാതൊരു പൂർണ്ണതയും ലഭിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്തുകൊള്ളുക. എത്ര സമയം നാമം ജപിക്കുവാൻ സാധിക്കുന്നു അത്രയും സമയം നാമം ജപിക്കുക, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ ഇരുന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ചു നിർത്തി പിറ്റേ ദിവസം രാവിലെ 18-ാം തീയതി രാവിലെ ഞാൻ പറയാം ഏത് സമയത്താണ് പാരണ വീടേണ്ടത് എന്ന്. ഓരോ സ്ഥലത്തും പാരണ വീടേണ്ടുന്ന സമയം വ്യത്യസ്തമാണ്. ആ സമയത്ത് നിങ്ങൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ല വീട്ടിലാണെങ്കിൽ പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. വീട്ടിലാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ഒരു പഴമെങ്കിലും ഭഗവാന് മേടിച്ച് ഭഗവാന്റെ ആ ഫോട്ടോയ്ക്കോ അതല്ലെങ്കിൽ നമ്മുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിലോ എവിടെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെ ഭഗവാനെ സങ്കല്പിച്ച്, ഇനി ഇതൊന്നുമില്ല വിളക്ക് മാത്രമേ ഉള്ളെങ്കിൽ വിളക്കിൻ്റെ ചുവട്ടിലായിട്ട് ആ ഒരു പഴമെങ്കിലും ഭഗവാന് വേണ്ടി ഒന്ന് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങേറ്റം ഉത്തമമാണ്. എന്നിട്ട് തീർത്ഥം സേവിച്ചിട്ട് ആ പഴം നിങ്ങൾക്ക് പ്രസാദമായി കഴിക്കാവുന്നതാണ്. അതല്ല പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അതും ഉത്തമം തന്നെ. നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. ജോലിക്ക് ആ സമയത്ത് പാരണ സമയത്ത് ജോലിയിൽ ആയിരിക്കുന്ന ആളുകൾ കാണും. നൈറ്റ് ഷിഫ്റ്റൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ ആ സമയത്ത് വരാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ ആ സമയത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുക. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്രതത്തെ ക്രമീകരിക്കുക. സർവേശ്വരനാണ്, ഭഗവാന് എല്ലാം അറിയാം. എന്തു ചെയ്താലും അത് പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാന് സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം വ്രതകഥയാണ്. വ്രതകഥ ഏകാദശി ദിവസം നമ്മൾ വ്രതകഥ കേൾക്കണം. അതുപോലെ തന്നെ പാരണ വീടുന്ന സമയത്തും വ്രതകഥ പറഞ്ഞ് പാരണ വീടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ശ്രേഷ്ഠമാണ്. വ്രതകഥ കേൾക്കാതെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതുകൊണ്ട് ഏകാദശി വ്രതത്തിന് പൂർണ്ണത ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഇത്തവണത്തെ അതായത് ഇന്ദിരാ ഏകാദശിയുടെ വ്രതകഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഒരിക്കൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെപ്പറ്റി വിശദമായൊന്ന് അങ്ങ് പറഞ്ഞു തരാമോ എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ അർജുന, കേട്ടുകൊള്ളുക. അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് പറയുന്ന പേര് ഇന്ദിരാ ഏകാദശി എന്നാണ്. സത്യയുഗത്തിൽ മഹിഷ്മതി എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൽ ഇന്ദ്രസേനൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് മക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ടായിരുന്നു. ധാരാളം സമ്പത്തുണ്ടായിരുന്നു. വലിയ ദാനശീലനായിരുന്നു. പ്രജാക്ഷേമ തൽപരനായിരുന്നു. വലിയ യുദ്ധവീരനായിരുന്നു. അങ്ങനെ വലിയ ഒരു പരാക്രമി ആയിരുന്നു ഇന്ദ്രസേനൻ. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കളെല്ലാം ഭയന്നു പോയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം രാജസദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ബ്രഹ്മർഷിയായ നാരദമുനി എത്തിച്ചേരുകയാണ്. നാരദരെ കണ്ട് രാജാവ് സ്വീകരിച്ചു, പൂജിച്ചു. അദ്ദേഹത്തിന് വേണ്ട എല്ലാ ബഹുമാനങ്ങളും കൊടുത്ത് പൂജിച്ച് ഇരുത്തി. അപ്പോൾ നാരദർ ഈ രാജാവിനെ അങ്ങ് പുകഴ്ത്തുകയാണ്. രാജാവ് വലിയ ദാനശീലനാണ്, അങ്ങ് ഉദാരമതിയാണ്, അങ്ങയുടെ രാജ്യത്ത് ജനങ്ങളെല്ലാം വളരെ ക്ഷേമത്തോടു കൂടി താമസിക്കുന്നു, അങ്ങ് ധാരാളം യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ദേവന്മാർക്കെല്ലാം അങ്ങയോട് വലിയ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നാരദർ ഇങ്ങനെ രാജാവിനെ പുകഴ്ത്തി. അത് കേട്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് പറയുകയാണ്,
അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്, എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് എനിക്കിതൊക്കെ സാധിക്കുന്നു. എല്ലാം പൂർവജന്മ സുഹൃതമാണ് എന്നൊക്കെ പറഞ്ഞ് രാജാവും നാരദരോട് തിരിച്ച് മറുപടി പറഞ്ഞു. അതിനുശേഷം എന്തിനാണ് വന്നത് എന്ന് രാജാവ് നാരദരോട് ചോദിക്കുകയാണ്. അപ്പോൾ നാരദർ ചില കാര്യങ്ങൾ രാജാവിനോട് പറയുന്നു. ഒരിക്കൽ നാരദർ ബ്രഹ്മലോകത്തു നിന്നും യമലോകത്തിലേക്ക് പോയി. അവിടെ വെച്ച്, അതായത് യമരാജാവിൻ്റെ ലോകത്ത്, ഈ രാജാവിൻ്റെ, അതായത് ഇന്ദ്രസേന രാജാവിൻ്റെ അച്ഛനെ കാണാനിടയായി. ഇന്ദ്രസേന മഹാരാജാവിൻ്റെ അച്ഛൻ വലിയ ഭക്തനും ദാനശീലനും ജ്ഞാനിയുമൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഇതുവരെ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും യമരാജാവിൻ്റെ യമലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോഴും ഈ യമലോകത്ത് തന്നെ താമസിക്കുന്നത് എന്ന് നാരദർ ഈ പിതാവിനോട്, ഇന്ദ്രസേനൻ്റെ പിതാവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇന്ദ്രസേനൻ്റെ പിതാവ് ചില കാര്യങ്ങൾ നാരദരോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലയോ ബ്രഹ്മർഷേ, അങ്ങ് എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ ചെന്ന് കാണണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവനോട് പറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ അച്ഛൻ്റെ സന്ദേശവും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് നാരദർ ഈ രാജാവിനോട്, ഇന്ദ്രസേന രാജാവിനോട് പറയുന്നു. അപ്പോൾ ഇന്ദ്രസേന മഹാരാജാവിന് വലിയ സങ്കടമായി. ഇന്ദ്രസേന മഹാരാജാവ് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ എന്താണ് അങ്ങയോട് പറഞ്ഞയച്ചിരിക്കുന്നത്, വേഗം പറയൂ എന്ന് പറയുന്നു. അപ്പോൾ നാരദർ പറയുകയാണ്, അതായത് അച്ഛൻ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് പറയുന്നത്. ഞാൻ എൻ്റെ പൂർവ്വജന്മത്തിൽ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഞാനിന്ന് യമലോകത്ത് തന്നെ താമസിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ മകൻ അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി അനുഷ്ഠിക്കണം. അതിനുശേഷം ആ ഏകാദശിയുടെ പുണ്യം എനിക്ക് ദാനം ചെയ്യണം. അങ്ങനെ ആ ഏകാദശിയുടെ പുണ്യം എനിക്ക് ദാനം ചെയ്താൽ എനിക്ക് യമലോകത്തു നിന്നും വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മകൻ എനിക്ക് വേണ്ടി അത് ചെയ്യണം എന്ന് ഈ അച്ഛൻ പറഞ്ഞയച്ചിരിക്കുകയാണ് നാരദമുനിയിലൂടെ. ഈ കാര്യം നാരദമുനി ഈ ഇന്ദ്രസേന രാജാവിനെ അറിയിക്കുന്നു. യമലോകത്ത് തൻ്റെ പിതാവ് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഇന്ദ്രസേനന് വളരെയധികം ദുഃഖം തോന്നുകയും അദ്ദേഹം നാരദരോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അല്ലയോ നാരദ മഹർഷേ, എൻ്റെ പിതാവ് യമലോകത്തിലാണ് ഇപ്പോഴും വസിക്കുന്നത് എന്നറിയുന്നത് ശരിക്കും ദുഃഖകരം തന്നെയാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്തു ചെയ്തിട്ടും എനിക്ക് അദ്ദേഹത്തെ അവിടെ നിന്നും മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിക്കാനാണല്ലോ. എങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കേണ്ടത്, അതിൻ്റെ നടപടികൾ എങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് ഈ മകൻ, അതായത് ഇന്ദ്രസേന മഹാരാജാവ് നാരദരോട് ചോദിക്കുന്നു. അപ്പോൾ നാരദർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അല്ലയോ മഹാരാജാവേ, അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 10-ാം ദിവസം, അതായത് ഏകാദശിയുടെ തലേ ദിവസം, ഇവിടെ 17-ാം തീയതിയാണ് ഏകാദശി, 16-ാം തീയതി, 10-ാം ദിവസം അതിരാവിലെ ഉണർന്ന് സ്നാനം ചെയ്യുകയും ഉച്ചയ്ക്ക് ഒരിക്കൽ കൂടി സ്നാനം ചെയ്യുകയും ഉച്ചയ്ക്ക് സ്നാനം ചെയ്തതിനു ശേഷം ഒരു നേരം ആഹാരം കഴിക്കുകയും ചെയ്യുക. അന്നേ ദിവസം നിങ്ങൾ പിതൃക്കൾക്കുള്ള ശ്രാദ്ധം ചെയ്യണം. അതിനുശേഷം രാത്രിയിൽ തറയിൽ ഉറങ്ങണം. ഈ കാര്യങ്ങളൊക്കെ ഏകാദശിയുടെ തലേദിവസം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം, അതായത് ഏകാദശി ദിവസം, നിങ്ങളുടെ ദൈനംദിന കൃത്യങ്ങൾ പൂർത്തിയാക്കി കുളിച്ചതിനു ശേഷം ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിക്കുക, അതായത് ഉപവസിക്കുക എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു ദൃഢനിശ്ചയം എടുക്കുക. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയും എല്ലാത്തരം സുഖങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഞാൻ പാരണ വീടിയതിനു ശേഷം ഭക്ഷണം കഴിക്കും.
അല്ലയോ ദൈവമേ, അവിടുന്ന് എൻ്റെ സംരക്ഷകനാണ്. എൻ്റെ ഉപവാസം പൂർത്തിയാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് ഒരു ബ്രാഹ്മണന് ഭക്ഷണം ദാനം ചെയ്യുക. പശുവിന് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക. ധൂപം, നൈവേദ്യം മുതലായവ ഉപയോഗിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുക. രാത്രി മുഴുവനും ഉണർന്നിരിക്കുക. മഹാദ്വാദശി ദിവസം മൗനം പാലിക്കുകയും ബന്ധുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അല്ലയോ മഹാരാജാവേ, ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ശരിയായ രീതി ഇങ്ങനെയാണ്. ഈ വ്രതം ശ്രദ്ധയോടുകൂടി പിന്തുടരുകയും അലസത ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ വസിക്കുവാൻ യോഗ്യനാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും. ഇങ്ങനെ നാരദർ എല്ലാ ആചാരങ്ങളും രാജാവിന് വിശദമായി പറഞ്ഞു കൊടുത്തതിനു ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ ഇന്ദിര ഏകാദശി ദിവസം വന്നപ്പോൾ രാജാവ് എല്ലാവിധ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കുകയും പിറ്റേ ദിവസം ബന്ധുക്കളോടൊപ്പം ആഹാരം കഴിക്കുകയും ചെയ്തു. ആകാശത്തു നിന്നും അപ്പോൾ പുഷ്പവൃഷ്ടി ചെയ്ത് രാജാവിനെ അനുഗ്രഹിച്ചു. രാജാവിൻ്റെ പിതാവ് യമലോകം വിട്ട് ഒരു രഥത്തിൽ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ ഏകാദശിയുടെ സ്വാധീനത്താൽ രാജാവായ ഇന്ദ്രസേനനും ഇഹലോകത്ത് സന്തോഷം അനുഭവിക്കുകയും ഒടുവിൽ സ്വർഗത്തിലേക്ക് ഉയരുകയും ചെയ്തു. ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ പാർത്ഥ, ഇന്ദിര ഏകാദശിയുടെ മഹത്വം ഞാൻ നിന്നോട് വിവരിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഈ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും ഇല്ലാതാവുകയും ഒടുവിൽ സ്വർഗത്തിൽ വസിക്കുവാൻ അർഹത നേടുകയും ചെയ്യുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. ഇവിടെ ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരാൾ എന്തു പ്രതിജ്ഞ എടുത്താലും അത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ ഉപയോഗിച്ച് നിറവേറ്റണം എന്നുള്ളതാണ്. അത് പൂർണ്ണ ഹൃദയത്തോടു കൂടി ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ പാരണാസമയത്ത് ഇന്ദ്രസേന മഹാരാജാവ് താൻ അനുഷ്ഠിച്ച ഏകാദശിയുടെ പുണ്യം മുഴുവനും എൻ്റെ പിതാവിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ പുണ്യം, ആ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ പുണ്യം മുഴുവനും അദ്ദേഹം തൻ്റെ അച്ഛന് ദാനം ചെയ്യുകയും അങ്ങനെ ആ അച്ഛൻ സ്വർഗലോകത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് ഏകാദശി വ്രതം, ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ ശരിയായ രീതി. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നാരദർ പറഞ്ഞ അതേ രീതിയിൽ പലർക്കും വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. ഉപവാസം പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ രാത്രിയിൽ മുഴുവൻ ഉണർന്നിരിക്കുന്ന കാര്യവും, അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രാഹ്മണദാനം, അതൊന്നും നമ്മുടെ കേരളത്തിൽ അത്ര കാണുന്നില്ല. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ബ്രാഹ്മണദാനം എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് തന്നെയുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ അച്ഛന് വേണ്ടി ബലിയിട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. ഇത്ര ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാം, അങ്ങനെ നമ്മളൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ അതത്ര കാണുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പിറ്റേ ദിവസം ബന്ധുമിത്രാദികളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇപ്പം ഗ്രാമത്തിലായാലും അങ്ങനെയൊന്നും നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. അതുപോലെ പശുക്കൾക്ക് മാറ്റിവെക്കുക, അതൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രായോഗികമല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അത് പൂർണ്ണ മനസ്സോടുകൂടി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. തലേ ദിവസം പിതൃക്കളെ ഓർക്കുക, പിറ്റേ ദിവസം ഓർക്കുക, എങ്കിലും തലേ ദിവസം നാരദർ പറഞ്ഞതുപോലെ തലേ ദിവസം പിതൃക്കളെ ഓർക്കുക. അവർക്ക് ഇപ്പോൾ
ശ്രാദ്ധമൊന്നും അല്ലെങ്കിൽ പിതൃകർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അത് കാക്കയ്ക്കായിട്ടെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പോൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. നമ്മൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം പാർണ വീടുന്ന സമയം അത് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ആരെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ പുണ്യം ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയും അവരുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യവും എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതുമൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാവരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വ്രതം അവസാനിപ്പിക്കുന്ന സമയം ഏതാണ് എന്നുള്ളതാണ്. ആ സമയത്തിനെയാണ് പാരണാ സമയം എന്ന് പറയുന്നത്. അതായത് പാരണ വീടുക, വ്രതം അവസാനിപ്പിക്കുക. എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? ഒന്നുകിൽ ഞാൻ ഈ പറയുന്ന സമയത്ത്, ഓരോ സ്ഥലങ്ങളിലും ഏകാദശി തിഥിക്കനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലും ഞാൻ പറയാം, സ്ഥലങ്ങളിലെ സമയങ്ങൾ. ആ സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വ്രതം ആർക്കാണോ സമർപ്പിക്കേണ്ടത് അത് സമർപ്പിച്ച് ഈ പാരണാ സമയത്തിനുള്ളിൽ തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് നാമം ജപിച്ച് ഈ സമയത്ത് നമ്മുടെ വ്രതം അവസാനിപ്പിക്കണം. തീർത്ഥം സേവിക്കണം. ഭഗവാന് എന്തെങ്കിലും നൈവേദ്യം സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജോലി സ്ഥലത്ത് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ വ്രതം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പാരണാ സമയം നോക്കാം. കേരളത്തിൽ സെപ്റ്റംബർ 18 തീയതിയാണ് പാരണ വീടേണ്ടത്. രാവിലെ 6:12 മുതൽ 10:15 വരെയാണ്. തമിഴ്നാട് 5:58 മുതൽ 10:01 വരെയാണ്. കർണാടക 6:09 മുതൽ 10:12 വരെയാണ്. തെലുങ്കാന 6:05 മുതൽ 10:08 വരെ. ആന്ധ്രാപ്രദേശ് 6:01 മുതൽ 10:05 വരെ. ഒറീസ 5:35 മുതൽ 9:39 വരെ. ഗോവ 6:23 മുതൽ 10:27 വരെ. മഹാരാഷ്ട്ര 6:27 മുതൽ 10:30 വരെ. മധ്യപ്രദേശ് 6:08 മുതൽ 10:12 വരെ. വെസ്റ്റ് ബംഗാൾ 5:35 മുതൽ 9:28 വരെ. ഗുജറാത്ത് 6:37 മുതൽ 10:41 വരെ. ഉത്തർപ്രദേശ് 5:53 മുതൽ 9:58 വരെ. ഡൽഹിയിൽ 6:07 മുതൽ 10:12 വരെ. ഛത്തീസ്ഗഡ് 6:09 മുതൽ 10:14 വരെ. പഞ്ചാബ് 6:16 മുതൽ 10:22 വരെ. രാജസ്ഥാൻ 6:14 മുതൽ 10:18 വരെ. ഹരിയാന 6:09 മുതൽ 10:14 വരെ. ഹിമാചൽ പ്രദേശിൽ 6:07 മുതൽ 10:12 വരെ. കാശ്മീർ 6:16 മുതൽ 10:22 വരെ. ആസാം 5:35 മുതൽ 9:14 വരെ. ജാർഖണ്ഡ് 5:36 മുതൽ 9:40 വരെ. ബീഹാർ 5:36 മുതൽ 9:41 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:35 മുതൽ 9:11 വരെ. ഇനി ദുബായ് 6:06 മുതൽ 10:11 വരെ. അബുദാബി 6:10 മുതൽ 10:14 വരെ. ബഹ്റിൻ 5:25 മുതൽ 9:29 വരെ. റിയാദ് സൗദി അറേബ്യ 5:40 മുതൽ 9:45 വരെ. കുവൈറ്റ് 5:34 മുതൽ 9:39 വരെ. ദോഹ ഖത്തർ 5:21 മുതൽ 9:25 വരെ. ഷാർജ 6:05 മുതൽ 10:10 വരെ. ഒമാൻ 5:54 മുതൽ
9:58 വരെ. UK മാഞ്ചസ്റ്റർ 6:48 മുതൽ 10:58 വരെ. അർമേനിയ 6:46 മുതൽ 10:52 വരെ. ജർമ്മനി 6:46 മുതൽ 10:55 വരെ. ലിബിയ 6:46 മുതൽ 10:52 വരെ. നൈജീരിയ 6:20 മുതൽ 10:23 വരെ. സ്വീഡൻ 6:23 മുതൽ 10:35 വരെ. ഇറ്റലി 6:53 മുതൽ 11 മണി വരെ. സിംഗപ്പൂർ 8:05 മുതൽ 10:58 വരെ. മാലിദ്വീപ്സ് 5:56 മുതൽ 9:59 വരെ. ചൈന 8:05 മുതൽ 9:49 വരെ. മലേഷ്യ 8:05 മുതൽ 11:06 വരെ. പോണ്ടിച്ചേരി 6 മണി മുതൽ 10:03 വരെ. സാംബിയ 6 മണി മുതൽ 10:01 വരെ. ജോർദാൻ 6:22 മുതൽ 10:27 വരെ. ഇസ്രായേൽ 6:25 മുതൽ 10:30 വരെ. സൗത്ത് ആഫ്രിക്ക 6:41 മുതൽ 10:41 വരെ. ജോർജിയ 6:44 മുതൽ 10:51 വരെ. അയർലൻഡ് 7:04 മുതൽ 11:14 വരെ. ഉഗാണ്ട 6:40 മുതൽ 10:43 വരെ. അമേരിക്ക ന്യൂയോർക്കിൽ 6:40 മുതൽ 10:47 വരെ. കാനഡ 6:45 മുതൽ 10:53 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 6:54 മുതൽ 10:54 വരെ. ഇനി 18-ാം തീയതി ഏകാദശിയും 19-ാം തീയതി പാരണ വിടേണ്ടതുമായ 2 സ്ഥലങ്ങളുണ്ട്. അവ വെല്ലിംഗ്ടൺ, ഓസ്ട്രേലിയ. അവിടെ 18-ന് ഏകാദശി, വൈഷ്ണവ ഏകാദശി 18-ന്, 19-ന് പാരണ വീടണം. 19-ാം തീയതി രാവിലെ 5:58 മുതൽ 9:58 വരെയാണ് പാരണാസമയം. ഇനി മറ്റൊരു സ്ഥലമെന്ന് പറയുന്നത് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലും 18-ാം തീയതിയാണ് വൈഷ്ണവ ഏകാദശി, 19-ാം തീയതി പാരണ, 19-ാം തീയതി രാവിലെ 6:16 മുതൽ 10:15 വരെയാണ്. ഇതാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന പാരണാസമയങ്ങൾ, സ്ഥലങ്ങളിലെ പാരണാസമയങ്ങൾ. ഇനി ഏതെങ്കിലും സ്ഥലത്തെ പാരണാസമയം നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. ആ കമൻറ്റിന് മറുപടിയായി ഞാൻ പാരണാസമയം അവിടെ കുറിക്കാം. അതുപോലെ അടുത്ത ഏകാദശിയുടെ വീഡിയോയിൽ ഞാൻ ആ പാരണാസമയം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇനി അന്നേ ദിവസം, അതായത് സെപ്റ്റംബർ മാസം 17-ാം തീയതി രാവിലെ 4:39 മുതൽ 5:27 വരെയുള്ള സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഏറ്റവും ഉത്തമമാണ്. അന്നത്തെ ബ്രഹ്മമുഹൂർത്ത സമയമെന്ന് പറയുന്നത് 4:39 മുതൽ 5:27 വരെയുള്ള സമയമാണ്. ആ സമയത്ത്, അതായത് 4:39 മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കുളിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഒരു 4:39 ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 4:30 ആകുമ്പോഴേക്കെങ്കിലും നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് ഒരു 5:27, 5:30 വരെ നിങ്ങൾക്ക് ഇരുന്നൊന്ന് നാമം ജപിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ 1 മണിക്കൂർ സമയം ഒന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഉത്തമമാണ്. ഇനി ഏകാദശിയെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം, മഹാലക്ഷ്മിയോട് കൂടിയുള്ള ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായി ഉള്ള സമയമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ സമയത്തെ പ്രാർത്ഥനയ്ക്കും വലിയ ഫലസിദ്ധിയാണ് എന്ന് പറയുന്നു. അത് ഈ 17-ാം തീയതി, സെപ്റ്റംബർ മാസം 17-ാം തീയതി ഒരു ഏകദേശം വൈകുന്നേരം ഒരു 5:30 മണിയോടുകൂടി തുടങ്ങും. 18-ാം തീയതി വെളുപ്പിനെ 5:36 കൂടി അവസാനിക്കും. അപ്പോൾ ആ സമയത്തെ പ്രാർത്ഥന, അതായത് ഒരു വൈകുന്നേരം, ഏകാദശി ദിവസം വൈകുന്നേരം, അതായത് 17-ാം തീയതി വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണി മുതൽ പിറ്റേ ദിവസം 18-ാം തീയതി വെളുപ്പിനെ ഒരു 5:36 വരെയുള്ള ആ ഒരു സമയം, അതായത് രാത്രിയിലത്തെ സമയം, പരമാവധി സമയം ഇരുന്ന് നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അത് വലിയ സമൃദ്ധി കൊണ്ടുത്തരും എന്ന് വിശ്വസിക്കുന്നു. പറ്റുന്നവരൊക്കെ പരമാവധി സമയം ഇരുന്ന് നാമം ജപിക്കുക. അന്നേ ദിവസം രാത്രിയിൽ മറ്റു കാര്യങ്ങൾക്കായി നിങ്ങൾ കൂടുതൽ സമയം മാറ്റിവെക്കാതെ കൂടുതൽ സമയവും നാമജപത്തിനായിട്ട് മാറ്റിവെക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ളത്. ഇത്തവണത്തെ ഏകാദശി പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിച്ചാൽ പിതൃക്കളുടെ അപാരമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. നാമം ജപിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്ന എല്ലാവരും എടുക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാമജപം നടത്തുക. പീരീഡ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും പുലയും ബാലായ്മയുള്ള ആളുകളാണെങ്കിലും ഈ വ്രത രീതിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിലിരിക്കുക. വിളക്ക് തെളിയിക്കുകയോ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോവുകയോ നമുക്ക് പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നാമം ജപിക്കാം, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കാം, വ്രതഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പരണാസമയത്ത് നിങ്ങളുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. നമുക്ക് വിളക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പീരീഡ്സ് ആയിരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഭഗവാന് യാതൊരു അശുദ്ധങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.